+2 കെമിസ്ട്രിയിലെ ഒരു ചെറിയ ചാപ്റ്റർ നോക്കിയാലോ? അതാണ് അമീൻസ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ദേടാ അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന 2 നെയിം റിയാക്ഷൻസ് ആണ് പ്രിപ്പറേഷനിൽ വരുന്ന അമീനുകളുടെ. ദാറ്റ് ഈസ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസും ഹോഫ്മാൻ ബ്രോമൈഡ് സിന്തസിസ്. ഇന്ന് 1 മാർക്കിനായിട്ട് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ നിന്നും ഏത് ടൈപ്പ് അമീനെ പ്രിപ്പയർ ചെയ്യാനാണെന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അത് പ്രൈമറി അമീൻ പ്രിപ്പയർ ചെയ്യാനാണ്. എന്തായാലും നോക്കിയേക്കാം. പിന്നെ വരുന്നതാണ് ബേസിസിറ്റിയുടെ കാര്യങ്ങളിൽ. അതിൽ 2 കേസസാണ് വരുന്നത്. ഒന്ന് ആൽക്കൈൽ അമീൻസിന്റെ കാര്യം, അറൈൽ അമീൻ, അതായത് അനിലീൻ്റെ കേസും. ഈ 2 എണ്ണവും നോക്കിയേക്കാം. പിന്നെ അതിൻ്റെ ഓർഡർ എഴുതാനുള്ള കാര്യങ്ങൾ, ബേസിസിറ്റിയുടെ ഓർഡർ അക്വസ് മീഡിയത്തിലും ഗേഷ്യസ് സ്പേസിലുള്ളതും കൃത്യമായിട്ട് നോക്കാം. ദെൻ കംസ് നമ്മുടെ ടെസ്റ്റുകളാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള 3 ടെസ്റ്റുകളാണ് വരുന്നത്. കാർബൈൽ അമീൻ റിയാക്ഷൻ, അതുപോലെ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് ആൻഡ് ഹിൻസ്ബർഗ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ബേസിക്കലി നോക്കാനുള്ളത്. ഇനി 1 മാർക്കിന്റെ വേറെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ഡയസോണിയം സോൾട്ടിന്റെ ക്വസ്റ്റ്യൻ. ഡയസോണൈസേഷൻ എന്താണെന്നും ഡയസോണിയം ക്ലോറൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ സെയിം കാര്യം തന്നെയാണ് ആ റിയാക്ഷൻ എഴുതാം. ആൻഡ് ഫൈനലി ഒരു നെയിം റിയാക്ഷൻ കൂടിയുണ്ട്, കപ്ലിംഗ് റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങളെ അതിലുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഫുൾ മാർക്കും ഓർഗാനിക്കിന്റെ സെക്ഷനിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മൊത്തമായിട്ട് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കുക. ഈ ടെസ്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള. അതിൽ തന്നെ കാർബൈൽ അമീൻ, ഹിൻസ്ബർഗ് ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തായാലും നോക്കിയേക്കാം. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്കുകൾ സ്കോർ ചെയ്യുക എല്ലാവരും.